ശുഭ്മാൻ ഗിൽ. എന്തിന് ശുഭ്മാൻ ഗില്ലിന്റെ ടീമിലെടുത്ത് ഞാൻ ചോദിക്കുന്നില്ല, എന്തിന് ക്യാപ്റ്റനാക്കി? ഗില്ല് ഒരു ബാഡ് പ്ലെയർ ആണെന്നൊന്നും ഞാൻ പറയുന്നു. രോഹിത് ഉള്ളപ്പോൾ ഒരു ക്യാപ്റ്റൻസി ചേഞ്ച് ചെയ്യണം. പുതിയ തലമുറ വാർത്തെടുക്കാനെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെ വാർത്തെടുത്തൊക്കെയാണ് പണ്ട് വെസ്റ്റ് ഇൻഡീസൊക്കെ അവിടെ വളരെ ഇരിക്കുന്നത്. വാർത്ത ഇച്ചിരി കൂടിപ്പോയത് അവിടെ. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് എങ്ങനെ രോഹിത് ശർമ്മയേക്കാൾ മുന്നിൽ പ്രിഫറൻസ് വന്നു. 2 എങ്ങനെ ശ്രേയസ് അയ്യറിനേക്കാൾ മുന്നിൽ പ്രിഫറൻസ് വന്നു. 3 എങ്ങനെ KL മുന്നിൽ പ്രിഫറൻസ് വന്നു. 4 എങ്ങനെ ഉള്ളേക്കാൾ മുന്നിൽ പ്രിഫറൻസ് വന്നു. അതിന് അടുത്ത പറഞ്ഞ ഉത്തരം 3 ഫോർമാറ്റിന് 3 ക്യാപ്റ്റനെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ കോച്ചിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഒത്തിരി പറയാൻ പറ്റും. കോച്ചിനെ മാറ്റിയത് അതെ. ഉദ്ദേശിച്ചില്ല. എല്ലാത്തിനും ഉത്തരം എന്തെയുണ്ട്. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഉത്തരം പറയാം. പറഞ്ഞോളൂ, എന്താണ് ഇവിടെ തന്നെ ഇത്രയും. ഇതാണ് ഇതാണ് നമ്മൾ പറയുന്നില്ല ഡീറ്റെയിൽ ആയിട്ട്. ഇത് ശുഭ്മാൻ ഗില്ലിന്റെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോഴും ടീമിൽ നല്ല ക്യാപ്റ്റനായി വരുന്നതെന്നാണ് അശ്വിൻ പറയുന്നത്. പല നോർത്ത് ഇന്ത്യൻ മാഫിയ മീഡിയകളൊക്കെ ട്രോളായിട്ട് ഇറങ്ങി വിടുന്നതാണ്. നമ്മളെ ജസ്റ്റ് പറഞ്ഞത് ഇത് നമ്മള് സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറെ മീഡിയാസ് പറയുന്നുണ്ട് ആവാം എന്തോ ആയിക്കോട്ടെ പറയുന്നുണ്ട്. തമാശയ്ക്ക് ട്രോളാവാം, ആക്ഷേപഹാസ്യം, സർക്കാസിസം. ഓസ്ട്രേലിയ വെച്ചിട്ട് ഒരു കളി കളിച്ചിട്ടുണ്ട് 2020 33 ആവറേജ്. പിന്നെ ഓസ്ട്രേലിയയിൽ 1 ഡേ കളിച്ചിട്ടില്ല. അടുത്ത ഓസ്ട്രേലിയ വെച്ചല്ലേ കളി. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും ഗില്ലിന് ഞാൻ എല്ലാ ഉത്തരവും അത് നോർത്ത് ഇന്ത്യൻ മീഡിയ വെച്ച് നമുക്ക് പറയാം. അല്ല എന്തായിരിക്കും ഇപ്പൊ നമ്മൾ സെലക്ടർ ആണെന്ന് ചോദിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ സെലക്ടറാണ്. ഇപ്പൊ നിങ്ങൾ അജിത് അഗർക്കർ ഗൗതം ഗംഭീറാണ്. അജിത് അഗർക്കർ ഗൗതം ഗംഭീർ. അപ്പൊ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കും? എന്തിനായിരിക്കും ഗില്ലിന്? അപ്പൊ എന്തിനായിരിക്കും ആ ഒരു സെലക്ഷൻ? അങ്ങനെ എനിക്ക് ഇത് ഇങ്ങനെ ടീം സെലക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഇതായിട്ടുണ്ട്. കാരണം ക്യാപ്റ്റൻ വന്നു പറഞ്ഞ ക്യാപ്റ്റൻസിന്ന് മാറ്റുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഉമർ അക്മൽ പണ്ട് പറഞ്ഞ ഉമർ അക്മൽ ഒരു ഗ്രേറ്റ് തോട്ടുണ്ട്. പക്ഷേ വേറൊന്നുമില്ല. ഇൻ ഗോൾഡ് ഓഫ് ഡയമണ്ട്സ് വി ലോസ്റ്റ് ദ സെർച്ച്. ഇതാണ് ടീം സെലക്ഷനെ പറ്റി പറയുന്നത്. കാരണം ഇപ്പോഴും ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഗില്ലിന്റെ ക്യാപ്റ്റൻസി നമ്മൾ ഗില്ലിന്റെ ഒരു ടൂർണമെന്റ് ടൂർ കഴിഞ്ഞായിരുന്നു നമ്മുടെ ഇംഗ്ലണ്ട് ടൂർ. അതിൽ എടുത്ത് പറയാനായിട്ട് എനിക്കും തോന്നിയിരുന്നില്ല. കാരണം ഒരു ക്യാപ്റ്റൻസിയുടെ മികവ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ബാറ്റർ അത് എടുത്ത് പറയണം. അല്ലാത്തൊരു ക്യാപ്റ്റൻ എന്ന രീതിക്ക് പെർഫോമൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പെർഫോമൻസിന് യാതൊരു പ്രശ്നമില്ല. കാരണം അതിന്റെ എക്സാമ്പിൾ ബുംറ ഉണ്ടായിരുന്ന കളികളെല്ലാം ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ബുംറ ഇല്ലാത്ത സമയത്ത് ബാക്കി ബോളേഴ്സ് ഇനിഷ്യേറ്റീവ് എടുത്തു. ആ ഇനിഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് ബോളേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആ ക്യാപ്റ്റന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ക്യാപ്റ്റൻ? ബുംറയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഒരു ബോളറിനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോച്ച് എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്നത്? ഏത് പ്രഷർ സിറ്റുവേഷൻ ആയാലും ബുംറയ്ക്ക് തന്നെയായിരിക്കും പ്രഷർ ടീം ഇന്ത്യക്കാർ ടെസ്റ്റിൽ. അതെന്തുകൊണ്ട് ബാക്കി ബോളേഴ്സ് ഇപ്പോൾ സിറാജിന്റെ ബോളി നമ്മൾ കണ്ടത് ബുംറ ഇല്ലാത്ത 2-3 കളിയിലും നന്നായിട്ട് ഏറ്റവും വിക്കറ്റ് എടുത്തു. പിന്നെ അങ്ങനത്തെ വരുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു എഫേർട്ടിൽ ക്യാപ്റ്റനെ കൊണ്ടെടുക്കാൻ സാധിക്കുന്നില്ല? അതായത് ബുംറയുള്ള സമയത്ത്. കാരണം ബുംറയ്ക്ക് വർക്ക് ലോഡ് ഉണ്ട്. കാരണം ബോളിംഗ് ആക്ഷനിൽ എന്തായാലും ബാക്ക് ഇഞ്ചുറി വരുന്ന സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത്രയും വർക്ക് ലോഡ് ഉള്ളതുകൊണ്ട് റെസ്റ്റ് കൊടുക്കുന്നത്.
എങ്കിൽ എന്തുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിക്കറ്റ് കിട്ടുന്നില്ല, 10 ഓവർ വിക്കറ്റ് കിട്ടില്ല, 11 ഓവർ ബുംറയായിരിക്കും വരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിന് ബുദ്ധിയുണ്ട്, ബുംറയുടെ ഓവർ പൊട്ടി മേടിച്ച് നമുക്ക് ബാക്കി ഓവറായിട്ട് അടിക്കും. അതിന് സൊല്യൂഷൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇത് നമ്മൾ ഗില്ലിൽ മാത്രമല്ല, അവസാനത്തെ രോഹിത് ശർമ്മയുടെ കഴിഞ്ഞ സീരീസിൽ നമ്മൾ അവസാനത്തെ BGT നമ്മൾ കണ്ടതാണ് ആ ഒരു പ്രശ്നം. അപ്പോൾ ആ സമയത്ത് ഗില്ല് കാരണം അത് ഭയങ്കരമായിട്ട് ഇതായത് ലാസ്റ്റ് ആണ് സിഡ്നി ടെസ്റ്റിലാണ്. അവസാനത്തെ ദിവസം ബുംറയ്ക്ക് ഇഞ്ചുറി ആയി പോയി. പിന്നെ ജയിക്കുമെന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ തോറ്റു, സീരീസ് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗില്ലിന് ക്യാപ്റ്റൻസി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്താം. പിന്നെ നമ്മുടെ ഒരു മികച്ച പുതിയ എമർജിങ് പ്ലെയർ ആയിട്ട് എമർജിങ് ത്രോഡൗൺ സ്പെഷ്യലിസ്റ്റ് എമർജൻസി നടന്നിട്ടുണ്ട്. അത് അഖിലേഷ് ത്രോഡൗൺ സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ ഇത്ര